ഈ പൊതിച്ചോറ് കുറേ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ പൊതി ബിരിയാണി ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു റീൽസിൽ ഇങ്ങനെ ബിരിയാണീനെ ഇങ്ങനെ വാട്ടിയ ഇലയിലൊക്കെ പൊതിഞ്ഞിരുന്ന് കണ്ട ഒരു റീല് കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്കിത് കഴിക്കാനുള്ള കൊതിയൊക്കെ വന്നത്. ഞാൻ ഇതുവരെ ഇത് സംഭവം ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഇത് ട്രൈ ചെയ്യാൻ നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഈ സൺഡേ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒരു ലേശം ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ തേങ്ങയും നമ്മളുടെ പുതിനയും മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും പിന്നെ ഒരു ചള്ളാസും കൂടി ഇട്ടിട്ട് ഒരു കുട്ടി പൊതിയ ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സംഭവം ഇത് ഉച്ചയ്ക്ക് കഴിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ എല്ലാം കൂടെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞു. അതുകൊണ്ട് ഉച്ചയ്ക്കാണ് പൊതി കെട്ടിയത്. അപ്പം വൈകുന്നേരമായി ഞങ്ങളെല്ലാവരും കൂടെ പൊതിച്ചോറ് കഴിച്ചപ്പം ഞാൻ ഉച്ചയ്ക്ക് വെച്ചിട്ട് വൈകുന്നേരം ആയിട്ടാണ് കഴിച്ചത്. അപ്പം നല്ലോണം ഒരു 3-4 മണിക്കൂർ ഞാൻ ഇത് പൊതി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു, പക്ഷേ എനിക്ക് ഔട്ട് ഓഫ് ദ വേൾഡ് പോലത്തെ ഒരു ടേസ്റ്റ് ഒന്നും തോന്നില്ല. നമ്മുടെ സാധാരണ ബിരിയാണിയൊക്കെ ഇങ്ങനെ കഴിക്കുന്ന പോലെയുള്ളൊരു ഫീലാണ് വന്നത്. ഐ ഡോണ്ട് നോ, ബിക്കോസ് ഇതിൻ്റെ ആക്ച്വൽ വേർഷൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സോ യാ, ഓക്കെ ബൈ.